ഹലോ നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്താക്കളുടെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ നവീൻ പനങ്കാളം. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ എപ്പിസോഡ് ചിത്രീകരിക്കാൻ വേണ്ടി നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡ് നമ്മൾ ഗ്രീൻ സൈബർ മാർക്കറ്റ് നിന്നാണ് തലശ്ശേരി കണ്ണൂർ ഒക്കെയുള്ള ഗ്രീൻ സൈബർ മാർക്കറ്റ് നിന്നാണ് ചിത്രീകരിച്ചത്. അപ്പോൾ ഇത്തവണ നമ്മളുള്ളത് കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിലാണ്, അതായത് കണ്ണൂർ താവക്കലുള്ള പുതിയ ബസ് സ്റ്റാൻഡിലാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ചിത്രീകരിക്കാൻ വേണ്ടി നമ്മൾ എത്തിയിരിക്കുന്നത്. സമയം വൈകിട്ടാണ്, അതുകൊണ്ട് തന്നെ പല ആൾക്കാരും പല രീതിയിൽ വീട്ടിലോട്ട് പോകാനൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പം ആരാണ് നമ്മുടെ മുന്നിൽ വരുന്നത് പറയാൻ പറ്റില്ല, ചോദിക്കാം. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്താക്കളുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. മൊബൈൽ ആയിക്കഴിഞ്ഞാലും ലാപ്ടോപ്പ് ആയിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആയിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയ വിലയിൽ, അതായത് 100% ഉത്തരവാദിത്വത്തോടു കൂടി ലോകോത്തര വേൾഡ് കമ്പനികളുടെ മൊബൈലും ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറും ലഭിക്കുന്ന സ്ഥാപനമാണ് കണ്ണൂരുള്ള ഇമേജ്. അപ്പം ആരംഭിക്കാൻ വളരെ ചെറിയ ചോദ്യമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ചോദിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ചെവിയിൽ കാല് വെച്ച് നടക്കുന്നത് ആര് എന്നാണ് ചോദ്യം. അതായത് ചെവിയിൽ കാല് വെച്ച് നടക്കുന്നത് ആര്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. നോക്കാം ആരായിരിക്കും ഈ ചോദ്യം ഉത്തരം പറയുന്നതെന്ന്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ പരിചയപ്പെടാൻ വേണ്ടി ഇപ്പോൾ നമ്മളെ മുന്നേ പരിചയമുള്ള ഒരു സഹോദരിയാണ്. അതായത് നമ്മുടെ കണ്ണൂർ വിഷൻ ചാനലിൻ്റെ തന്നെ അണ്ടറിലുള്ളൊരു ചാനലാണ് തളിപ്പുറം മേഖലയിലുള്ള സീൽ TV എന്ന് പറയും. അപ്പോൾ സീൽ TVയിൽ വർക്ക് ചെയ്ത ഒരു സഹോദരിയാണ്. ഇപ്പം വേറെ ജോലി ചെയ്യുന്നു. അപ്പോൾ ഇപ്പം എന്താ ചെയ്യുന്നത് എനിക്ക് കൂടുതൽ കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. നമസ്കാരം, ഗുഡ് ഈവനിങ്. പേരെന്തായിരുന്നു? പേര് മാറ്റിയിട്ടില്ല. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? കില എന്ന് പറഞ്ഞാൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, ഇതിന്റെ ഒരു പ്രൊജക്ടിന്റെ കോർഡിനേറ്റർ. അപ്പോൾ അത് ഓഫീസ് വർക്കാണോ അല്ല ഔട്ട് സൈഡ് വർക്കാണോ, എങ്ങനെയാണ്? ഓഫീസ് വർക്കിന്റെ പഞ്ചായത്തുകളിൽ വരുന്ന വർക്കാണ്. എത്ര വർഷമായിട്ട് ഇപ്പം? ഇപ്പോൾ ഒരു വർഷം. ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞോ? അപ്പോൾ ഇവർ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. പേരെന്താ? ഹരിത. എവിടെ സ്ഥലം? മൊറാഴ സെന്റർ ആണോ? സെന്റർ. അപ്പോൾ നിങ്ങൾ എന്താണ് അവിടെ ചെയ്യുന്നത് ഡ്യൂട്ടി? ഞാൻ ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൗൺസിൽ പറശ്ശിനിക്കടവിന്റെ കെയർ ടേക്കറാണ്. എന്താണ് നിങ്ങളുടെ ഉത്തരവാദിത്വം? എൻ്റെ മെയിൻലി ഡെസ്റ്റിനേഷൻ കെയർ ടേക്ക് ചെയ്യുക. പറശ്ശിനിക്കടവ് അമ്പലമില്ല, അതിന്റെ അടുത്ത് തന്നെ നമ്മളെ ബോട്ടിയെട്ടി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് അത് ഉള്ളത്. അപ്പോൾ DMC പറശ്ശിനിക്കടവിന്റെ അണ്ടറിലാണ് അത് വരുന്നത്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്താൻ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മുടെ പറശ്ശിനിക്കടവ് ഇപ്പോൾ ഏറ്റവും വലിയൊരു ബോട്ടില്ലേ, അത് എത്ര ആൾക്ക് സഞ്ചരിക്കാവുന്ന ബോട്ടാണത്? ഡ്രാഗൺ ബോട്ട്. അത് താഴെയുള്ളത് ഒരു 50 അങ്ങനത്തെ എല്ലാ ആൾക്കാർക്കൊക്കെ, പിന്നെ 75 അങ്ങനെ. കുഴപ്പമില്ല. ഇടക്കിടക്ക് ബോട്ട് യാത്ര പോകാറുണ്ടോ? ഇടക്കിടക്കില്ല, അവിടുത്തെ മെയിൻലി ബോട്ട് യാത്രയല്ലല്ലോ നമ്മളത്, മെയിൻലി ഡെസ്റ്റിനേഷൻ കെയർ ടേക്ക് ചെയ്യുന്ന ആവശ്യമായിട്ട് പോകുമ്പോൾ പോകാറുണ്ട്. ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഇവിടെ ഇപ്പം ഞാൻ 8 months ആയി. 8 മാസമായി. അപ്പോൾ നിങ്ങളും രണ്ടാളും ഒരുമിച്ചാണ് ഇറങ്ങാറ്? അല്ല, വേറെ ജോലിയാണ്. അപ്പോഴും അല്ല ഇങ്ങോട്ടേക്ക് വന്നത്. എപ്പോഴും വൈകുന്നേരം ഒരുമിച്ച് കാണാറുണ്ടോ? എപ്പോഴും ഇല്ല, ചില സമയത്ത്. അപ്രതീക്ഷിതമായിട്ട് കണ്ടാണോ? അപ്രതീക്ഷിതമായിട്ടില്ല, അറിഞ്ഞുകൊണ്ട് വന്നത് തന്നെയാണ്. ശരി. അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യമാണ്, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ പിന്നെ ഈ ചുമടെടുക്കുന്ന ആൾക്കാർ, ചുമട്ട് തൊഴിലാളി എന്ന് പറയും. അപ്പോൾ അവർ നമുക്കറിയാം ഓരോ സ്ഥലത്തു നിന്നും സാധനങ്ങൾ തലയിൽ ചുമന്നാണ് പല സ്ഥലത്തും കൊണ്ടുവന്നത്. പുറത്ത് ചുമലിലെടുക്കുന്ന ആൾക്കാരുണ്ട്, തലയിൽ എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യമാണ്, ചെവിയിൽ കാല് വെച്ച് നടക്കുന്നത് ആരാണ്? ജീവിയാണോ? ജീവൻ തന്നെയാണ്, ജീവനുള്ള തന്നെയാണ്. പേനാണോ? പേനല്ല. രക്ഷയില്ല. അപ്പോൾ ഓക്കെ, സന്തോഷം കാണാം. ഓക്കെ, ശരി. ഓക്കെ, 3 സഹോദരിമാരെ പരിചയപ്പെടുകയാണ്. ഇവർ 3 പേരും ഭയങ്കര ധൃതിയിൽ പോവാണ്. മോളുടെ പേരെന്താ? ദൃശ്യം സീസൺ 2. ദൃശ്യം 1 ഉണ്ട്, 2 ഉണ്ട് അല്ലേ? 3. എവിടെ സ്ഥലം? എവിടെ? കാഞ്ഞൂരോട്. എവിടെ? കാഞ്ഞൂർ തെരുവിലാണോ? ടൗണിൽ തന്നെ. ഓക്കെ. പഠിക്കുന്ന എവിടെ 3 പേരും? കാഞ്ഞങ്ങാട്. ഏത് സ്കൂള്? കോളേജ്. ഏത് കോളേജ്? സെന്റ് പൈസ്. ഓക്കെ. അവിടെ എന്തിനു പഠിക്കുക? BBA. ഡോൺ വർക്ക് ശേഷം തുമ്മി കഴിഞ്ഞ് ഉമിനീരിറക്കി ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നതിനിടയ്ക്ക് താൻ എന്താ പറഞ്ഞത്? നിങ്ങൾ കാഞ്ഞങ്ങാട് വരികയാണ് ഇപ്പൊ. അപ്പൊ ട്രെയിനാണോ ബസ്സിനാണോ വന്നത്? എത്ര മണിയുടെ ട്രെയിന്? 3 മണിന്റെ ട്രെയിൻ. എല്ലാ ദിവസവും ആ ട്രെയിനാണോ വരുന്നത്? അല്ല, ഇന്ന് നമ്മൾ ലീവ് ഉള്ളതുകൊണ്ട് വന്നതാണ്. അപ്പൊ ഇനി എപ്പോഴാണ് പോകണ്ടേ? ഇനി ഞായറാഴ്ച. അപ്പൊ അവിടെ സ്റ്റേ ആണ്, ഹോസ്റ്റലിൽ താമസിക്കുകയാണ്. അടിപൊളി, ഹാപ്പിയാണ്. അപ്പൊ വീട്ടിലോട്ട് രക്ഷകളെ കാണാൻ പോകുന്ന സന്തോഷമാണ് സ്പീഡിൽ പോകുന്നത് അല്ലേ? ഓക്കെ. മോളുടെ പേര്? വിനയ. അതാണ് വിനയപൂർവ്വം നിൽക്കുന്നത്. സ്വന്തം സ്ഥലം? കൂടാളി. അപ്പൊ എല്ലാവരും അതേ ഏരിയ ആണല്ലേ? ഓക്കെ. നിങ്ങളുടെ പേര്? ആദ്യ. സ്ഥലം? ചാലോട്. ഓക്കെ. അപ്പം ചെറിയൊരു കാര്യം ചോദിക്കുകയാണ്. അതായത് നിങ്ങളിപ്പം സ്റ്റുഡൻസ് ആണ്. അപ്പം നിങ്ങൾ ബാഗ് അല്ലേ, ബാഗ് പുറകിൽ നമ്മൾ ചുമലിട്ടിട്ട് ബാക്കിലിട്ടാണ് നമ്മൾ നടക്കുന്നത് അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഈ കെട്ട് ചുമട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ
അവർ ചുമട് തലയിൽ വെച്ച് എടുക്കുന്ന ആൾക്കാരുണ്ട്, ചുമല് താങ്ങി നടക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ചെറിയ ചോദ്യമാണ്, ചെവിയിൽ കാല് വെച്ച് നടക്കുന്നത് ആരാണ്? ചെവിയിൽ കാല് വെച്ച് നടക്കുന്നത്. കെണിഞ്ഞ് 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 സന്തോഷം, യാത്ര തുടരട്ടെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു. ചെവിയിൽ കാല് വെച്ച് നടക്കുന്നത് ആര് എന്നാണ് ചോദ്യം. കുട്ടികൾ, ഹലോ മക്കളെ, ഗുഡ് ഈവനിങ്. വിശക്കുന്ന. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് കേന്ദ്ര വിദ്യാലയം പഠിക്കുന്ന 3 കൂട്ടുകാരാണ്. ഇവരും ധൃതിയിൽ പോവുകയാണ് അല്ലേ? സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നേരത്തെ വീട്ടിലോട്ട് എത്തുന്നതാണ്. പേരെന്താ? അലൻ. അലൻ. സ്ഥലം? വെള്ളച്ചാൽ. വെള്ളച്ചാൽ. ചക്കരക്കല്ല അങ്ങോട്ടാ ആണ്. ഓക്കെ, എത്ര സ്റ്റാൻഡേർഡ് പഠിക്കുന്നത്? ഞാൻ +2. +2. എൻ്റെ പേര് അഖിൽജിത്ത്. അഖിൽജിത്ത്. എവിടെ സ്ഥലം? ചക്കരക്കല്ല്. ചക്കരക്കല്ല്. എൻ്റെ പേര് റിഷാൽ. റിഷാൽ. എവിടെ? മുഴപ്പിലങ്ങാട്, തലശ്ശേരി അങ്ങോട്ട്. തലശ്ശേരി മുഴപ്പിലങ്ങാട് അങ്ങോട്ടാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരു ബസ്സിനാണ് പോകുന്നത്? ആണ്. പുള്ളിക്കാരൻ വേറെ ബസ്സിന് പോകും? സ്ഥിരമായിട്ട് ഒരു ബസ്സിന് പോകും? എങ്ങനെയാ? ക്ലാസ് ആയിട്ട് വരുമ്പോൾ കിട്ടുന്ന ബസ്സൊക്കെ അധിക ദിവസം ഏത് ബസ് കിട്ടാറ്? അങ്ങനെ ത്രൂ ഔട്ടായിട്ട് ഏതെങ്കിലും ഒരു ബസ് കിട്ടുമോ? ആദ്യത്തെ കല്യാണത്തിലും കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഏത് ബസ് കിട്ടുക? നമ്മള് അങ്ങനെയല്ല, കളേഴ്സിന് ഇടക്ക് പോക്കുണ്ട് ചക്കരക്കല്ല്. കളേഴ്സിന് പോകും. അതിനാ ഞാൻ കൂടുതലും പോക്ക്. അപ്പോൾ എല്ലാ ദിവസവും ഇതേ ടൈമാണ് ഇവിടെ സ്റ്റാൻഡിൽ എത്തുന്നത്? അല്ല, ഇന്ന് നമുക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവും. സ്പെഷ്യൽ ക്ലാസ് ഉള്ളതുകൊണ്ട് ലേറ്റ് ആയതാണോ? ഇല്ലെങ്കിൽ നോർമലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു 3:30, 3:45 പോകും. ഇത് സ്പെഷ്യൽ ക്ലാസ് ഏത് വിഷയത്തിൻ്റെയാണ്? നമുക്കിങ്ങനെ അക്കൗണ്ടൻസി. അതെന്തുകൊണ്ട് അങ്ങനെ സ്പെഷ്യൽ വെച്ചത്? പാഠം എടുത്ത് തീരാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഒന്നുകൂടി കുറച്ചുകൂടി പഠിക്കാത്തതുകൊണ്ടായിരിക്കും? അതായത് അതാണ്, പെട്ടെന്ന് സിലബസ് പഠിപ്പിച്ച് തീർത്താൽ അവരുടെ കാര്യം തീർന്നു. പിന്നെ അത് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. അതും ഉണ്ടാവും. മൊത്തം പണി തന്നെ അല്ലേ? പഠിക്കുക എന്നുള്ളതൊരു പണിയായിട്ട് മാറി. ശരി. അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ 3 പേരുടെയും പുറകിൽ ബാഗുണ്ട്, സ്കൂൾ ബാഗുണ്ട്. അതിൽ ചില ആൾക്കാരുടെ ബാഗിൽ നമ്മുടെ ഇത് വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ വെയിറ്റ് കൂടും. അതിൽ വെള്ളം ഉണ്ടാവും. പോകുന്ന സമയത്ത് നമ്മൾ തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ബോട്ടിൽ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് കുറയും അല്ലേ? അതുപോലെ നമ്മൾ ഈ പിന്നെ പല ആൾക്കാരും തലയിൽ സാധനങ്ങൾ വെച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? അപ്പോൾ എൻ്റെ ചെറിയ ചോദ്യമാണ്, കുസി ചോദ്യമാണേ. ചെവിയിൽ കാല് വെച്ച് നടക്കുന്നത് ആരാണ്? അപ്പോൾ ഓക്കെ, ക്ലൂ എന്ന് പറഞ്ഞാൽ പിന്നെ ഇവർ സംസാരിക്കുകയൊക്കെ ചെയ്യും. അറിയില്ല. ഓക്കെ, താങ്ക് യു. കാണാം. ഓക്കെ, യെസ്. ഇപ്പോൾ ചെവിയിൽ കാല് വെച്ച് നടക്കുന്നത് ആര് എന്നാണ്. ഹലോ സാർ, ഗുഡ് ഈവനിങ്. എന്താ പരിപാടി? മൊബൈലിന് കവർ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഒറ്റയ്ക്ക് വന്നുള്ളൂ? നമസ്കാരം. വാ. മകളാണ് അവർ പർച്ചേസ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഡ്രസ്സ് ഇടുന്ന പോലെ ആണ് മൊബൈലിന് ഒരു കവർ ഇടുന്നത്. അതിനെ സുരക്ഷിതമായി നിർത്തിക്കുക എന്നുള്ള സംഭവമാണ്. സാറിൻ്റെ പേര്? മഹേഷ് കുമാർ. എന്താണ് ഇനിഷ്? എന്താണ്? മഹേഷ് കുമാർ കെ. എവിടെ സ്ഥലം? വലിയന്നൂർ. ജോലി? പോലീസിന് റിട്ടയർ ചെയ്തു. റിട്ടയർഡ് ആയിട്ട് 10 വർഷമായി? 4 വർഷം കഴിഞ്ഞു. 4 വർഷം. റിട്ടയർഡ് സമയത്ത് എവിടെയായിരുന്നു? കണ്ണൂർ. ഇപ്പോൾ റിട്ടയർഡ് ആയിട്ട് 4 വർഷമായി. ഇപ്പം സ്വസ്ഥം. ഓക്കെ. മേഡത്തിൻ്റെ പേര്? സജിനി. മേഡം ജോലി ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. സഹോദരി ഇങ്ങോട്ട് വരൂ. സഹോദരിയുടെ പേര്? അഷിക. എന്ത് ചെയ്യുന്നു അഷിക? സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. എവിടെ? ബാംഗ്ലൂർ. അപ്പോൾ ഇപ്പം പിന്നെ വെക്കേഷനാണോ എന്താണ്? ഇങ്ങനെ ലീവിന് വന്നാ? അപ്പം നമുക്ക് എവിടെ പഠിക്കുന്നത്? നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ലീവ് എടുക്കാൻ പറ്റുമോ? വർക്ക് ഫ്രം ഹോം ചെയ്യണം. അതിനുവേണ്ടി വന്നതാണ്. ഇപ്പം നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ നമുക്കൊരു ദിവസം ലീവൊക്കെ വേണം, പെട്ടെന്ന് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്നുണ്ട്, എന്തെങ്കിലും ആഘോഷമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ടീച്ചർമാർ ചോദിച്ചു പോകുന്ന പോലെ അവിടെ നിന്ന് ചോദിച്ചു വരാൻ പറ്റുമോ? അങ്ങനെയാണ് സംഭവം. ഞാൻ വിടും. അല്ല, അങ്ങനെ അവിടുന്ന് വീട്ടിലേക്ക് വിളിച്ച് ചോദിക്കുമോ ഇത് ഉള്ളത് തന്നെയാണോ, എന്നിട്ട് വേണോ വിടണമെന്നുള്ള കാര്യമൊക്കെ? ജോലിക്കാരിയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഇനിയിപ്പം നമ്മൾ മൊബൈലിന് കവർ എടുക്കുന്നു, ശേഷം എന്താ പരിപാടി? ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുക. അതാണ്, ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകുക. അതാണ്. ശരി. അപ്പം ഞാൻ ചെറിയൊരു ചോദ്യമാണ്. അതായത് നമ്മൾ ഈ ചുമട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ അവർ ചുമടെടുക്കുന്നത് തലയിലാണ്. ചില ആൾക്കാർ ചുമലിൽ വെച്ച് കൊടുക്കേണ്ട, അരിയും ചാക്ക് പോളിലൊക്കെ ചുമലിൽ വെച്ച് നടക്കും. അല്ലാത്ത നമ്മൾ ബോക്സ് പോലെ സംഭവം തലയിൽ വെച്ചെടുക്കും. അതുപോലെ നമ്മുടെ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ. എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ്. ചെവിയിൽ കാല് വെച്ച് നടക്കുന്നത് ആരാണ്? കണ്ണടയാ? കണ്ണട നടക്കാറില്ലല്ലോ. ചെവിയിൽ കാല് വെച്ച് നടക്കുന്നത് ആര്? കണ്ണട നടക്കൂല. നമ്മൾ നടക്കും. അറിയില്ല.
ഇവർക്ക് പറയാൻ പറ്റില്ലെങ്കിൽ വേറെ ആർക്കും പറയാൻ പറ്റില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ സത്യം. ഒന്ന് നടന്നേ. ആ, ഇനി ബാക്കോട്ട് നടന്നേ. ഇനി പറ, ചെവിയിൽ കാല് വെച്ച് നടക്കുന്ന ആരാണ്? ഇപ്പം ചെയ്ത പ്രവൃത്തിയിട്ടല്ലോ. ആ, അത് ചെയ്യുമ്പോ ചെരുപ്പല്ല. ഫ്രണ്ട് ബാക്ക് കിട്ടിയില്ല. ഇത് നോക്കിയില്ലല്ലോ. ഒന്നുകൂടി ആലോചിക്കും, ഞാൻ പെട്ടെന്ന് വരാം. സ്ഥലത്തെ ഓക്കെ, യെസ്. ഞാൻ വലിയൊരു ക്ലൂ അങ്ങോട്ട് കൊടുത്തു, പക്ഷേ കിട്ടിയില്ല. നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്. തിരക്കാണോ? തിരക്കൊന്നുമില്ല. പേര് പറഞ്ഞേ. അഞ്ജു. എവിടെ സ്ഥലം? കോട്ടയം. കോട്ടയത്ത് എവിടെ? കോട്ടയം തലയോലപ്പറമ്പ്. കോട്ടയം സോമരാജ് എന്ന് പറഞ്ഞ മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് മരിച്ചു. അദ്ദേഹത്തെ അറിയോ? ഇവിടെ എന്താ പരിപാടി? ഇവിടെ ഞാൻ പഠിക്കുക. എവിടെ പഠിക്കുന്നത്? ലക്ഷ്യയില്. അപ്പം താമസം ഇവിടെ തന്നെ? അല്ല, കസിന്റെ വീട്ടിൽ. കസിന്റെ വീട് എവിടെയാ? വലിയന്നൂര്. നിങ്ങളുടെ പേര്? സായയുടെ സ്ഥലം? ചാല. ഓക്കെ. അപ്പൊ സായയുടെ വീട്ടിലോട്ട് വരാറുണ്ടോ അവര്? ഇപ്പം പരിചയപ്പെട്ടേ ഉള്ളൂ. കുറച്ച് പരിചയപ്പെട്ടപ്പോ എത്രയായി? ഒരു മാസം ആവാൻ പോകുന്നുള്ളൂ. കോഴ്സ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ എത്ര മാസം കോഴ്സാ? ഒരു വർഷം. 1 ഇയർ. അപ്പൊ എന്താണ് ആ കോഴ്സ് നിങ്ങൾ പഠിക്കുന്ന കോഴ്സ്? CMA USA. എന്താണ് അതിന്റെ ഗുണം? മാനേജ്മെന്റ് അക്കൗണ്ട്. അത് നമ്മൾ സർട്ടിഫിക്കറ്റ്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ പുറത്താണോ ജോലി സാധ്യത കൂടുതലാണ്? 50 കൺട്രീസിൽ ജോലി സാധ്യത. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രാജ്യം ഏതാ? അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്തായാലും നിങ്ങളുടെ ഉദ്ദേശം വിദേശ ജോലി ചെയ്യാന്നുള്ളതാണ് അല്ലേ? നാട്ടില് ജോലി ചെയ്യാൻ തീരെ താല്പര്യമില്ല. ഇല്ല അല്ലേ? ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പിന്നെ നമ്മൾ നാട്ടിൽ പഠിക്കേണ്ട ആവശ്യം, നേരെ ജോലി ചെയ്യാൻ വേണ്ടി വിദേശത്തോട്ട് പോവാം. ശരി, അപ്പോൾ ഞാൻ ചെറിയ ചോദ്യം ചോദിക്കാം. ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ ഈ ചുമട്ട ജോലി കാണാറുണ്ടല്ലോ. ട്രെയിനിൽ നമ്മൾ പോകുമ്പോൾ ട്രെയിനിൽ ചുമടെടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ? അവർ ചില ആൾക്കാർ തലയിൽ വെച്ച് നടക്കും, പിന്നെ ചില ആൾക്കാർ ചുമലിൽ വെച്ച് നടക്കും, ചില ആൾക്കാർ കയ്യിലെടുത്ത് നടക്കും. ചെറിയ വെയിറ്റ് ഇല്ലാതാണെങ്കിൽ കയ്യിൽ വെച്ച് നടക്കുകയൊക്കെ ചെയ്യും. എൻ്റെ ചോദ്യമാണ്, ചെവിയിൽ കാല് വെച്ച് നടക്കുന്നത് ആരാണ്? നിങ്ങളെ കണ്ടിട്ടുണ്ടാവും ഒരുപാട്. ഇവിടെ നോ ഐഡിയ. എന്ന് പറഞ്ഞാൽ ഇവര് സംസാരിക്കും. ഇയർഫോൺ രാവിലെ എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങുന്നതാണോ? ഇയർഫോൺ അല്ല. പിന്നെ സന്തോഷം, കാണാം. താങ്ക് യു. ഓക്കെ ശരി, ഓക്കെ, ബൈ ബൈ. ഓക്കെ. അതായത് ചോദ്യമാണ്, പോവാണോ? അല്ല, അങ്ങനെ പോയാൽ എങ്ങനാ? ഇവരങ്ങനെ പോയാൽ ശരിയാവുമോ? ശരിയാവൂല. ഇപ്പൊ അവിടെ നിങ്ങൾ എങ്ങനെ ഇങ്ങോട്ട് വന്നേ? നടന്നിട്ടാണോ വന്നേ? എങ്കിൽ പറ, ചെവിയിൽ കാല് വെച്ച് നടക്കുന്നവരാന്ന്. അനുകൂലമായ ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നെ നിരാശപ്പെടുത്തരുത്. ആയിക്കോട്ടെ. ഒരു മാടപ്രാവിന്റെ മനസ്സാണ് എനിക്ക്. ഫോണ് അല്ല. ഇപ്പൊ അവിടുന്ന് ഇങ്ങോട്ടേക്ക് നടന്നു വന്ന ആരൊക്കെയാ? 3 പേര് അല്ലേ? ആ, ഇനി നിങ്ങൾ പറ, ചെവിയിൽ കാല് വെച്ച് നടക്കുന്ന ആരാന്ന്? കിട്ടിയില്ല. ഞാൻ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഒരു ചുവട് മുന്നോട്ട് നടത്തിയിട്ട് പിന്നെയും ഒരു ചുവട് പുറകോട്ട് അടുപ്പിച്ചത്. ഇനിയും പറയുന്നില്ല ചെവിയിൽ കാല് വെച്ച് നടക്കുന്ന ആരാന്നുള്ള കാര്യം. ക്ലൂ കൊടുക്കാം. ഒന്ന് നേരെ നോക്കിയേ, അങ്ങോട്ട് നോക്കണ്ട, ഇവിടെ നോക്കുക. മേട ഇങ്ങോട്ട് നോക്കിയേ, കണ്ണും കണ്ട് നോക്കിയേ. ഇനി പറ, ചെവിയിൽ കാല് വെച്ച് നടക്കുന്ന ആരാന്ന്? സഹോദരി നോക്കി, ഇതെന്താണ്? അവർ രണ്ടുപേരും അങ്ങോട്ട് നോക്കി എങ്ങനെ ഉത്തരം കിട്ടുന്നത് നോക്കിക്കൊണ്ടിരിക്കുക. കന്നഡ നടക്കൂലല്ലോ. ആര് ആരാ നടന്നേ പോടുന്നത്? ഒന്ന് നടന്നേ. ഇപ്പൊ എന്തായി? ചെവിയിൽ കാല് വെച്ച് നടന്നു. ആര്? ഞാൻ നടന്നു. ഇവിടെ കാലം എവിടെയുള്ളത്? കാല് ഭൂമിയില്. ചെവിയിലാണ് കാലുള്ളത്. ചെവിയിൽ കന്നഡ കാലുണ്ടല്ലോ. കന്നഡ കാലുണ്ട് അല്ലേ? അപ്പം കാല് ചെവിയിൽ വെച്ച് നടക്കുന്ന ആരാന്ന്?
കണ്ണട വെക്കുന്ന ആള്. കണ്ണട വെച്ച് നടക്കുന്ന ആള്. അതേ ഉള്ളൂ. അതായത് ചെവിയിൽ കാൽ വെച്ച് നടക്കുന്ന ആരും ഉത്തരം കണ്ണട ധരിച്ച് നടക്കുന്ന ആൾക്കാർ അത്രേ ഉള്ളൂ. അതാണ് ഞാൻ സാറിനോട് ഒന്ന് നടന്നേ പിന്നെ ഒന്ന് പുറകോട്ട് നടന്നൊക്കെ പറഞ്ഞത്. കണ്ണട എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ കണ്ണട വെച്ച് നടക്കുന്ന ആള് എന്ന് പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു ടൈം കൂടി ചാൻസ് വന്നത്. അതെ, മനസ്സിലായി. കണ്ണട വെച്ച്. അതായത് ചോദ്യമാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്താക്കളോട് ഇന്നത്തെ അധ്യായത്തിൽ ചോദ്യമായിരുന്നു ചെവിയിൽ കാല് വെച്ച് നടക്കുന്നത് ആര് എന്നാണ്. നമ്മുടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ചോദിച്ചു, ഞാൻ പറഞ്ഞ് സംസാരിക്കുന്ന ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞു. ഉത്തരം സ്പെക്സ് അഥവാ കണ്ണട വെച്ച് ധരിച്ച് നടക്കുന്ന ആൾക്കാരാണ് ചെവിയിൽ കാൽ വെച്ച് നടക്കുക. കാരണം കണ്ണടയുടെ 2 കാല് നമ്മുടെ ചെവിയിലുണ്ടാവുക, അത് വെച്ച് നടക്കുന്ന ഒരേ ഒരു ആൾക്കാരാണ് കണ്ണട ധരിച്ച് നടക്കുന്ന ആൾക്കാർ. അപ്പം 2 പേരുടെയും കൂടെ ഉത്തരവുണ്ട്, അതിന് നടുക്ക് ഉത്തരവില്ലാത്ത ആളുമുണ്ട് അല്ലേ? യെസ്. അപ്പോൾ സമ്മാനം തരാൻ വേണ്ടി പോവാണ്. കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനമുണ്ട്. പിന്നെ കണ്ണൂരിനെ പട്ടണിയിച്ച നിറങ്ങളുടെ ലോകം ഫാമിലി വെഡ്ഡിംഗ് സെൻറ്റർ നൽകുന്ന മറ്റൊരു സമ്മാനം. അപ്പോൾ എന്തായാലും ഹാപ്പി കാണാം. ഓക്കെ കുറേ ഓക്കെ യെസ്. ആഘോഷങ്ങൾ പലതാണ്, ആഘോഷങ്ങളുടെ രീതി പലതാണ്. പക്ഷെ ഓരോ ആഘോഷത്തിൻ്റെയും പിന്നെ ലക്ഷ്യമെന്ന് പറയുന്നത് സന്തോഷിക്കുക എന്നുള്ള കാര്യമാണ് അല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ സന്തോഷിക്കുന്ന രീതിയിലുള്ളതാണ് നമ്മുടെ പ്രോഗ്രാം. അതായത് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ആ ആലോചനയോടെ ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ ചിലപ്പം ചിരിക്കാനുള്ള മുഹൂർത്തം ഉണ്ടാവും, അത് ചിരിക്കുക, ഒന്ന് എൻജോയ് ചെയ്യുക എന്നുള്ള സംഭവമാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൽ നമ്മൾ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്താക്കളോട് ഇന്നത്തെ അധ്യായം ചിത്രീകരിക്കാൻ വേണ്ടി വന്നത്. അങ്ങനെ ചോദ്യം ചോദിച്ചു, ഉത്തരം പറഞ്ഞു, സമ്മാനം കൊടുത്തു. അപ്പോൾ ഇനി പുതിയ ചോദ്യങ്ങൾ, പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും നമ്മൾ കണ്ടുമുട്ടും അടുത്ത എപ്പിസോഡിൽ. മറക്കണ്ട, ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ, അതായത് മൊബൈൽ ഫോണിനും ലാപ്ടോപ്പിനും കമ്പ്യൂട്ടറിനൊക്കെ ആയിട്ടുള്ള വിശാലമായ ഷോറൂമാണ് കണ്ണൂരിലുള്ളത്. അതായത് പിന്നെ എല്ലാ സേവനങ്ങളും നിങ്ങൾക്ക് ലഭ്യമാണ്. മാത്രമല്ല വളരെ നമുക്ക് 100% വിശ്വസിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്, കമ്പനിയാണ് ഇമേജ്. അപ്പോൾ വീണ്ടും കാണാം അടുത്ത അധ്യായത്തിൽ. ഗുഡ് ബൈ.